ഹായ് എവ്രി വൺ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മൗറീഷ്യസിലെ നമ്മുടെ റിസോർട്ടിലാണ്, അതായത് വില്ല മോം പ്ലേസിർ. അപ്പം ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ കുറേ ടൂർസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടൂർ എന്ന് പറയുന്നത് നമ്മൾ ഇല സർഫ് ലേക്കോട്ടാണ്. അവർ നമ്മളടുത്ത് 8:30 റെഡി ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ 8:30 റെഡി ആയിട്ട് റിസപ്ഷനിൽ ഇരിക്കണം. അവരൊരു 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സപ്പോസ് നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അവർ നമ്മളെ കൂട്ടാതെ അങ്ങ് പോകും. പിന്നെ ഇവർ നമ്മൾ സപ്പോസ് ടൂറിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാശ് റീഫണ്ട് തരില്ലെന്ന് തോന്നുന്നു ഇല്ലേ? അല്ല, ഇവിടെ റീഫണ്ട് പരിപാടി ഒന്നുമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, നമ്മൾ അരീസ ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് എന്തെങ്കിലും കാരണത്താൽ, അതായത് നേച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വെതർ കാരണമൊക്കെ പോകാൻ പറ്റിയില്ലെങ്കിൽ പാർഷ്യൽ റീഫണ്ട് ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പരിപാടിയില്ല. ഞങ്ങളിപ്പോഴുണ്ടല്ലോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇല സർഫിനകത്ത് 2 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മളെ ഒരു വാട്ടർ ആക്ടിവിറ്റി സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ അണ്ടർ വാട്ടർ സീ വാക്കും, പിന്നെ പാരാസെയിലിങ്ങും, പിന്നെ ട്യൂബ് ബോട്ടിങ്ങും, പിന്നെ വേറെ സീ ആക്ടിവിറ്റീസ് ഇല്ലേ, ബനാന ബോട്ടിങ്ങും അങ്ങനത്തെ അവർക്ക് 4-5 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ആ സ്ഥലത്ത് വന്നിരിക്കുക. അത്യാവശ്യം നല്ല വിലയാണ്. അപ്പം ഇത് വേണം പാക്കേജ് എടുക്കണമെങ്കിലും ഉണ്ട് 14,000 MUR. അല്ല, ഫുൾ പാക്കേജിന് 7,500 MUR ഒരാൾക്ക്, ഒരു കപ്പിളിന് 7,500 MUR. അത് അപ്പം നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ബീച്ചും കണ്ട്, പിന്നെ നമുക്ക് ഡ്രോണും പറത്തി, പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുണ്ട്, എന്താ പറയുന്നത്, ഇല സർഫിന്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ആ ഒരു മെന്റാലിറ്റികളിലും കൂടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാം. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളെപ്പോഴുണ്ടല്ലോ ഇവിടെ കുറേ നേരം നിന്നു, ഫോട്ടോസൊക്കെ ഡ്രോൺ പറത്തി ഷോട്ട്സ് എടുത്തു. അയ്യോ എന്തൊരു ഭംഗിയാ, നിങ്ങൾ കണ്ടില്ലേ? എന്തൊരു നമ്മൾക്ക് തന്നെ ഡ്രോണില് വീഡിയോസ് എടുത്തോണ്ട് കാണുമ്പോ ഉണ്ടല്ലോ, ആ ടോക്കോയ്സ് കളറിൽ കാണാൻ എന്തൊരു ഭംഗിയാ. നല്ല ഭംഗി. പക്ഷെ ഓവറായിട്ട് ചൂടില്ല കേട്ടോ, വേർക്കുന്നില്ല. ഞാൻ അല്ലെങ്കിൽ പൊതുവേ ഇപ്പം ഈ സമയത്തോടുകൂടി വേർത്ത് ഒലിച്ചിരിക്കേണ്ട സംഭവമാണ്. പക്ഷെ അത്രയ്ക്ക് ഒരു ഒലിക്കുന്ന ഒരു ചൂടില്ല. കാറ്റിലുണ്ടല്ലോ തണുപ്പുണ്ട്. ഇത് ഇക്വേറ്ററിന് താഴെ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട് പൊതുവെ. അപ്പം നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് നേരെ അടുത്ത ലൊക്കേഷനിലേക്കോട്ട് പോകാൻ. അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ ചിലരൊക്കെ നിങ്ങൾ കണ്ടാണ് വീഡിയോനകത്ത്, ഡ്രോണിനകത്ത് കണ്ടാണ്, ചിലരൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ രണ്ട് വേറെ കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആക്ടിവിറ്റീസ് എല്ലാം കഴിയാൻ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളും അടുത്ത ഇല സർഫ് വേറെ അടുത്തൊരു ബീച്ചിലേക്കോട്ട് പോകും. അവരെ കൊണ്ടുപോകും. അവിടെ നമുക്ക് സ്വിമ്മിങ്ങും മറ്റ് പരിപാടികളൊക്കെ ചെയ്യാം.